ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് എൻ്റെ ബിയർഡ് ഡ്രാഗൺ അതിനെയാണ് കാണിക്കുന്നത്. അത് മുട്ടയിടുക എന്നുള്ള ലക്ഷണം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. എനിക്ക് 2 ബിയർഡ് ഡ്രാഗൺസ് ഉണ്ട്. ഇത് ഫീമെയിൽ, അപ്പുറത്തെ ബോക്സിലുള്ളത് മെയില്. അപ്പോൾ ഇതിനെ ഞാനൊരു 1 മന്ത് മുന്നേ മെയ്റ്റ് ചെയ്യിച്ചിരുന്നു. അപ്പം ഇവിടെ ഒരു പ്രാവശ്യം മുട്ടയിട്ടു. ആ മുട്ട കൊള്ളത്തില്ലായിരുന്നു. ആ മുട്ടയെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതുമായിരുന്നു, ഒരു ചുരുങ്ങിയ മുട്ടയായിരുന്നു. അപ്പോൾ അത് ഇൻഫെർട്ടൈലാണ്, അത് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ മുട്ട ഞാൻ കളഞ്ഞിരുന്നു. രണ്ടാമത് ഇന്ന് വീണ്ടും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിന് മുകളിൽ വല വെച്ചിട്ട് നമ്മൾ UV ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെ സ്കിന്ന് ഇങ്ങനെ എടുത്ത് എല്ലാ മാസവും അത് പടം ഊറ്റുന്ന പോലെ ആ സ്കിന്ന് ചേഞ്ച് ചെയ്യും. അപ്പം സൺലൈറ്റ് അവർക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ മെയിലാണ്. കാരണം ഇവൻ ഇച്ചിരി അഗ്രസീവാണ്. ഇടയ്ക്ക് ഓരോ കടിയൊക്കെ കിട്ടും. കാരണം അവൻ്റെ നോട്ടം തന്നെ നമുക്കറിയാം. അവൻ ഇച്ചിരി ആള് ശരിയല്ല. കാരണം എനിക്ക് 2-3 പ്രാവശ്യം കടി കിട്ടിയിട്ടുണ്ട്. രണ്ട് ബോക്സ് അടുത്തടുത്താണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കാണാത്ത രീതിയിൽ. അപ്പോൾ ഇത്രയും മുട്ടയാണ് നമുക്കിന്ന് കിട്ടിയത്. പക്ഷേ കുറച്ച് മുട്ട കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചെറുതുമാണ്, അതങ്ങനെ ഒന്ന് ചുളുങ്ങിയിരിക്കുന്ന പോലെ. കാരണം അങ്ങനെയുള്ള മുട്ട നമുക്ക് വിരിയാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു മുട്ട, ഈ കാണുന്ന മുട്ട, അത് കണ്ടിട്ട് ഒരു നല്ല മുട്ടയാണെന്ന് തോന്നും. എല്ലാവരും നമുക്ക് ഇൻക്യുബേഷൻ വെച്ച് നോക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് വിരിയുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നത് വെർമിക്കുലേറ്റിലാണ്. വെർമിക്കുലേറ്റ് നല്ലതായിട്ട് നനച്ചിട്ട് നമ്മൾ പുട്ടുപൊടി പരുവത്തിൽ എന്ന് പറയും. കാരണം നമ്മൾ അതൊന്ന് നനച്ചിട്ട് നമ്മൾ കൈവച്ച് പിടിച്ച് ഞെക്കുമ്പം അതിങ്ങനെ കട്ടക്കിരിക്കുന്ന രീതിയിലാക്കിയിട്ട് അതൊരു ഫുഡ് കണ്ടെയ്നറിൽ വെക്കുക. എന്നിട്ട് അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് മുട്ട പകുതി നമുക്ക് താന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് നമ്മളത് ബോക്സ് അടയ്ക്കണം. എന്നിട്ട് നമ്മളൊരു തെർമോക്കോളിൻ്റെ ബോക്സ് വെക്കണം. ഇത് പ്രത്യേകിച്ച് ടെമ്പറേച്ചറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂം ടെമ്പറേച്ചർ മതി. കാരണം 26 to 28 അല്ലെങ്കിൽ 30 മതി. അപ്പം അങ്ങനെ ഒരു ബോക്സിൽ വെക്കുക. ബോക്സിൽ വെച്ചിട്ട് നമ്മൾ 55 to 75 ഡേയ്സാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പെണ്ണ് വീണ്ടും മാന്തുന്നുണ്ട്. കാരണം അവളുടെ വയറ്റിൽ ഇനി മുട്ടയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് അവരിട്ട മുട്ട ഫുള്ള് ഞാനെടുത്ത് ബോക്സിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 55 to 75 ഡേയ്സ് വെയിറ്റ് ചെയ്യാം. എല്ലാം വിരിയുമോ നമുക്കറിയില്ല. പക്ഷേ എന്ത് ചെയ്താലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ എല്ലാ പെറ്റ്സിനെയും വെച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് ടൈം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.